മലയാളത്തിലെ ഒരു പ്രമുഖ നടിക്ക് മതം മാറാനായി 100 കോടി രൂപയുടെ ഓഫർ. ഇത് വെളിപ്പെടുത്തുന്നത് വേറെ ആരുമല്ല, വിജി തമ്പി തന്നെയാണ്. അതായത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം. നിസ്സാരമായിട്ട് അങ്ങനെ പറയുകയുമില്ല, കാരണമില്ലാതെ പറയില്ല. അദ്ദേഹം പിന്നെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം നടന്ന ലവ് ജിഹാദ് മാധവിക്കുട്ടിയുടേതാണെന്ന് പറയുന്നുണ്ട്. മാധവിക്കുട്ടിക്ക് വേണ്ടി അന്ന് ചിലവായത് 20 കോടി രൂപയാണെന്നും പറയുന്നുണ്ട് ഇവർ ചിലവാക്കിയ പണം. ഇന്ന് ഈ നടിക്ക് വേണ്ടിയിട്ട് 100 കോടി ഓഫർ വരുന്നു. ആരാണ് ആ നടി? 100 കോടി കൊടുക്കത്തക്ക വിധത്തിൽ താരമൂല്യമുള്ളതും വൾണറബിളായി നിൽക്കുന്നതുമായ നടി ആരെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അപ്പോൾ ലോവർ ലെവലിലുള്ള നടിമാരെ അല്ല. കാരണം താഴ്ന്ന തലത്തിലുള്ള നടിമാർക്ക് വേണ്ടി 100 കോടി കൊടുക്കാൻ തയ്യാറാകില്ല. ഈ ആളുകളെ പൈസ കൊടുത്ത് മതം മാറ്റിയിരുന്ന അതിൻ്റെ ഉത്തരവാദിത്വം ജമാഅത്തെ ഇസ്ലാമിക്കാരനായ റിയാലു ആണ് ചെയ്തുകൊണ്ടിരുന്നത്. റിയാലു ആണ് മാധവിക്കുട്ടിയെ മതം മാറ്റിയത്. ഈ സമദാനിയാണെന്ന് പറയുന്നുണ്ടല്ലോ. സമദാനി ഇടനിലക്കാരനായിരുന്നു. ക്യാഷ് ഡീലിങ്സ് നടത്തിയത് റിയാലു ആണ്. റിയാലു അറിയപ്പെടാത്ത മാധവിക്കുട്ടി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സാഹിത്യകാരൻ കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ. അതുമാത്രവുമല്ല, അദ്ദേഹം അതിനകത്തൊരു സത്യവാങ്മൂലം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, താൻ മൂലം മതം മാറിയിട്ടുള്ള എല്ലാവർക്കും അവരർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നാണ്. താൻ മൂലം മതം മാറ്റിയിട്ടുള്ള എല്ലാവർക്കും അവരർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. മാധവിക്കുട്ടിയെ താനാണ് മതം മാറ്റിയത്, ദെർഫോർ മാധവിക്കുട്ടിക്കും കാശ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ലോജിക്കൽ ആർഗ്യുമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ലീലാമേനോനോട് പിൽക്കാലത്ത് മാധവിക്കുട്ടി എന്തിനാണ് പറഞ്ഞത്, ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായി പോയി എന്ന് പശ്ചാത്തപിക്കുന്നു എന്നൊക്കെ? അല്ല, അത് കാശ് കിട്ടിക്കഴിഞ്ഞല്ലോ, പിന്നെ എന്തും പറയാം. കാശ് കിട്ടിക്കഴിഞ്ഞല്ലോ. അതിനകത്ത് ഏറ്റവും കൂടുതൽ അപമാനിതനായ ഒരാൾ എന്ന് പറയുന്നത് അബ്ദുൽ സമദ് സമദാനിയാണ്. പക്ഷേ സമദാനി അതിനകത്ത് ഒരു മിഡിൽമാൻ്റെ റോളാണ് നയിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വിജി തമ്പിയാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. വിജി തമ്പി സിനിമാ ഫീൽഡുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരാളും അദ്ദേഹം സിനിമാ സംവിധായകനായിരുന്നു, നടനുമൊക്കെ ആയിരുന്നു. ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട് അദ്ദേഹം. ഹിറ്റും ഹിറ്റല്ലാത്തതും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കേരള സംസ്ഥാന പ്രസിഡൻറ്റുമാണ്. അദ്ദേഹം ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് വെറുതെ ആകില്ല. അപ്പോൾ ഇനി നമുക്ക് കേരളത്തിലെ നടിമാരിലേക്ക് വരാം. കേരളത്തിലെ നടിമാരിൽ ഇത്ര താരമൂല്യമുള്ള നടിമാർ എത്ര ഉണ്ടാവും? വളരെ ചുരുക്കമായിരിക്കും. വളരെ ചുരുക്കമാണ്. ഈ 100 കോടി കൊടുത്ത് മതം മാറ്റത്തക്ക വിധത്തിൽ താരമൂല്യമുള്ള നടിമാരും 100 കോടി എന്ന് കേട്ട് കഴിഞ്ഞാൽ മതം മാറാൻ വിസമ്മതിക്കാവുന്ന നടിമാരും രണ്ടും കൂടി നോക്കണം. അതെ. പക്ഷെ 100 കോടി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഉള്ള നടിമാരിൽ ആരെങ്കിലും അതിന് വിസമ്മതിക്കുമെന്ന് കരുതാൻ കഴിയുമോ? ഇല്ല. പക്ഷേ കുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ പലരും അതിന് സമ്മതിച്ചില്ല എന്നൊരു ഭർത്താവ് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ. ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും 100 കോടി അത്ര ചെറിയ തുകയൊന്നും അല്ലല്ലോ. അല്ല, ഒരു കുടുംബത്തെ മാറ്റാനൊക്കെ അത് മതിയാവും. അല്ല, അത് മാത്രമല്ല, ഇവർക്ക് എന്തായാലും ഇവർക്ക് ഇപ്പോൾ ഒരു ഏത് നടിക്കായാലും ശരിയാണ്, 1 കോടി 2 കോടി കൂടുതലൊക്കെ ഒരു സിനിമയിൽ ഒരു നടിക്ക് കിട്ടുമെന്ന് തോന്നണില്ല. അത് തന്നെ വലിയ തുകയാണ്. വലിയ തുകയാണ്. 50 സിനിമയിൽ അഭിനയിച്ചാലേ 100 കോടി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു മതം മാറ്റത്തോടു കൂടി 100 കോടി കിട്ടും എന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നത് എന്തിന് എന്ന് ചിന്തിക്കുന്ന നടിമാരും കാണില്ലേ? അതെ. അപ്പോൾ ഈ 100 കോടി ഓഫർ എന്നുള്ളത് തനിക്ക് 100 കോടി വരെ ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഈ നടിയാണോ പറഞ്ഞത്, അതോ ഇസ്ലാമിക തീവ്രവാദികളാണോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ട ഒരു കാര്യം. നടിയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷ്മപരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം അത്ര 100 കോടി കൊടുത്ത് 100 കോടിക്ക് വിലയുള്ള നടിമാരുടെ എണ്ണം മലയാളത്തിൽ വളരെ കുറവാണ്. അത്രയും പ്രസിദ്ധി താരശോഭയോടുകൂടി നിൽക്കുന്ന, താരപ്രഭ എന്നൊക്കെ പറയാവുന്ന നിൽക്കുന്ന 2-3 പേരുണ്ട്. ആ 3 പേരിൽ ഒരാളായിരിക്കും. അതെ. ആ 3 പേരിൽ ഒരാളാണ് എന്നുള്ളത് കൊണ്ട്
അതിലൊരാൾ വന്നിട്ട് അത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ 3 പേരും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ടി വരും. അതെ. 3 പേരും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 2-3 നടിമാരേ ഉള്ളൂ. ആ 3 പേരും ഈ സംശയത്തിൻ്റെ നിഴലിൽ വന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ എത്ര ഓഫർ ചെയ്തു, അതിന് താൻ വില്ലിങ് ആയിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം പുറത്ത് പറഞ്ഞ് ബാക്കിയുള്ളവരെ കൂടി സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ നടി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള കാര്യം. അല്ലെങ്കിൽ അതൊരു മോശമാണ്. പിന്നെ ഒരു കാര്യം, ഇത് ഇങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം മാധവിക്കുട്ടി നമ്മുടെ മുമ്പിൽ നിൽക്കില്ല. അതെ. മാധവിക്കുട്ടിയുടെ വ്യവസ്ഥ എന്തായിരുന്നു അറിയാമോ? ഞാൻ ലീലാമേനോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പോയത് എൻ്റെ കൃഷ്ണനെ പിടിച്ചുകൊണ്ടാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ കാര്യമൊന്നുമില്ല. മാധവിക്കുട്ടിക്ക് അതിന് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മതം മാറ്റം കഴിഞ്ഞപ്പോഴേക്കും പുസ്തക വിൽപ്പന കുറഞ്ഞു പോയി. അതെ. കാരണം മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾ ഒന്നാമത് പുസ്തകം വായിക്കുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ കുറവാണ്. ഒരൊറ്റ പുസ്തകം വായിച്ചങ്ങ് നിർത്തും. അല്ല, താരതമ്യേന കുറവാണ്. പുസ്തകം കൂടുതൽ വായിക്കുക എന്നൊക്കെ പറയുന്ന സാഹിത്യത്തിൽ താല്പര്യം കമ്പമുള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്. അവർ മാധവിക്കുട്ടിയുടെ പുസ്തകം വാങ്ങൽ നിർത്തിയ കാരണം മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയുടെ പുസ്തകങ്ങൾ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോഴാണ് ഞാൻ പോയപ്പോൾ ഞാൻ എൻ്റെ കൃഷ്ണനെയും കൊണ്ടാണ് വന്നതെന്ന് മാധവിക്കുട്ടി പറഞ്ഞത്. പക്ഷേ റിയാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണനെ എടുത്താലും രാമനെ എടുത്താലും മരിച്ചു കഴിഞ്ഞാൽ ഖബർസ്ഥാനിൽ വേണം ഇതിനെ ശവടക്കം നടത്താൻ. കണ്ടീഷൻ അതാണ്. എന്നുവെച്ചാൽ ഡെഡ് ബോഡി മുസ്ലിമിൻ്റേതായിട്ട് മാറണം എന്നുള്ളതാണ്. ആ വ്യവസ്ഥ അവർ അംഗീകരിച്ചു. അവരുടെ മകൻ MD നാലപ്പാട് ഫ്ലൈറ്റിൽ പറന്ന് വന്നിട്ട് ഖബർസ്ഥാനിൽ കൊണ്ട് ഖബറടക്കി പ്രശ്നം അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ ഒരു എടുക്കുന്നൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ, ചിലരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വട്ട് ഒരു വലിയ ഒരു രക്ഷാകവചമാക്കി എടുക്കുന്നുണ്ട്. മാധവിക്കുട്ടിക്കും ഇതെടുത്തിരുന്ന് മാധവിക്കുട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ പറയും, അങ്ങനെയൊന്നും അവർ പറയില്ല. അവർ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അതിന് എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങളുണ്ട്. വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അവർക്ക് ആരെ എങ്ങനെ എവിടെ കുത്തണം, എവിടെ കുത്താതിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നൊരു സ്ത്രീയായിരുന്നു. അല്ലെങ്കിൽ ഈ കാശ് വാങ്ങിയിട്ട് ചെയ്യില്ലല്ലോ. ഇല്ല, മാധവിക്കുട്ടിയുടെ ഓരോ പുസ്തകവും വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി സാർ. കൃത്യമായിട്ട് അതിലെ മാർക്കറ്റിംഗ് പോയിന്റ് ഏതാണ്, വാല്യൂ ഏതാണ്, എവിടെ എന്തൊക്കെ പ്രതിഷ്ഠിക്കണമെന്ന് അവർ കൃത്യമായിട്ട് അറിയാം. എല്ലാ പുസ്തകങ്ങളിലും അതുണ്ടായിരിക്കും. അല്ല, അതായിക്കോട്ടെ, അവരൊരു എഴുത്തുകാരി എന്ന നിലക്ക് സ്വന്തം നിലക്ക് മാർക്കറ്റ് ഉണ്ടാക്കി പുസ്തകങ്ങൾ വിറ്റതിലൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും വിൽക്കുന്ന കൂട്ടത്തിൽ കൂടി അവരും വിറ്റു എന്ന് മാത്രമേ ഉള്ളൂ. ആ വിറ്റതിന് ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ നടിയും. ഈ നടി ആരായിരുന്നാലും അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താൻ പറ്റും. കാരണം ഒരു സ്വഭാവ ദാർഢ്യമുള്ള ഒരു നടിയുടെ അടുത്തോ വ്യക്തിയുടെ അടുത്തോ ഇതും പറഞ്ഞ് ആരും ചെല്ലില്ല, ഏത് തരത്തിലായാലും. ഇപ്പോൾ പ്രിയനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവന് താടിയൊക്കെ വെച്ചിട്ടുണ്ടെന്നാൽ പിന്നെ മുസ്ലിം ആക്കിയേക്കാന്നും പറഞ്ഞ ഒരാൾ വരില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളൊരു മുൻവിധി അവർക്ക് കിട്ടും. അപ്പോൾ ഇത് ഏതാണോ ഈ നടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവത്തിൽ സ്ഥൈര്യത പ്രകടിപ്പിക്കാത്ത ആളായിരിക്കണം എന്ന കാര്യത്തിൽ സംശയം. അത്രയ്ക്ക് നോക്കിയിട്ടൊക്കെയാണ് ഇവർക്കും അറിയാൻ കാര്യങ്ങൾ. അതെ. കാരണം ആരെ എങ്ങനെ പിടിക്കണം എന്നറിയാവുന്നവരാണല്ലോ ഇവർ. അവരുടെ ഒരു തൊഴിലല്ലേ അത്. അതെ. ആളുകളെ പ്രശസ്തരായിട്ടുള്ളവരെ വിളിച്ച് ഇസ്ലാമിലേക്ക് മതം മാറ്റുക എന്നതൊരു തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളവരാണ്. ആ തൊഴിൽ സ്വീകരിക്കുമ്പോൾ ഒരാൾക്ക് ആരാണ് ഇതിന് പറ്റിയ ആളെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന 3 നടിമാരിൽ ആരാണ് ഈ സ്വഭാവ സ്ഥൈര്യം ഏറ്റവും കുറഞ്ഞത് എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടും. ആരാണ് എന്നുള്ള അന്വേഷിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ നടിയെ തനിക്ക് അറിയാവുന്നുള്ളതുകൊണ്ട് ഈ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാണ് വിജി തമ്പി പറഞ്ഞിട്ടുള്ളത്. ആ നടിയെ അങ്ങർക്ക് മാത്രമല്ലല്ലോ, പ്രിയനും അറിയാമല്ലോ. പക്ഷെ പ്രിയനും പറയില്ല. അങ്ങർക്ക് മാത്രമല്ല. പക്ഷെ എന്തുകൊണ്ട് ഇത്ര വലിയ ഓഫർ വന്നിട്ട് വരും അത് മാറിയില്ല എന്നൊരു ചോദ്യം കൂടി. അതിന് വേറെ വല്ല കാരണങ്ങൾ കാണും. ഇതിനേക്കാൾ ലാഭമുള്ള വേറെ ഓഫർ ഉണ്ടെങ്കിൽ അതല്ലേ സ്വീകരിക്കേണ്ടത്. അതെ. വിൽക്കാൻ തീരുമാനിക്കുന്നവരാണല്ലോ ഇതിന് പോകുന്നത്. സ്വയം വിൽക്കാൻ, അവനവന് വില പറഞ്ഞ് വിൽക്കാൻ തീരുമാനിക്കുന്നവരാണ് ഇതിന് പോകുന്നത്.
ഈ മതം മാറി കാശ് വാങ്ങിക്കുന്നത് വ്യഭിചാരത്തേക്കാൾ വൃത്തികേടാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഒരു സംശയമില്ല. വ്യഭിചാരത്തിന് അവനവൻ്റെ സ്വഭാവം മാത്രമേ വെക്കുന്നുള്ളൂ, അവനവൻ്റെ ശരീരം മാത്രമേ വെക്കുന്നുള്ളൂ. ഇതിലങ്ങനെയല്ല. ഇത്രയും കാലം തുടർന്നു വന്ന തൻ്റെ പരമ്പരയായി തുടർന്നു വന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിറ്റ് കാശ് വാങ്ങിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പം അത് ആ രീതിയിൽ പോകാൻ തയ്യാറായാണ്. അങ്ങനെ പോയാലേ ഒരാൾക്ക് മതം മാറാൻ പറ്റുള്ളൂ. കാരണം മതം മാറ്റം ചെറിയ കാര്യം. ഇത് രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറുന്നത് അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയം സ്വീകരിക്കുന്നത് പോലെ അല്ലല്ലോ. അല്ല, ഇത് കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു മതത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ എത്രയോ പരമ്പരകൾക്ക് പിണ്ടം വെക്കേണ്ടതാണ്. അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അതെല്ലാം കട്ട് ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് കട്ട് ഓഫ് ചെയ്ത് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് അതിൻ്റെ ലാഭം ഉണ്ടാകും. അനന്തകോടി പൃഥു പരമ്പരകളെയും അനന്തകോടി ഗുരുപരമ്പരകളെയും ഉപേക്ഷിച്ചിട്ട് സ്വന്തം പരമാത്മാ ജീവാത്മാ ബന്ധം ഉപേക്ഷിച്ചിട്ട് അതിന് അവനവനെ വിൽക്കുകയാണ്. അത് ആത്മഹത്യക്ക് തുല്യമാണ്. അല്ല, വിറ്റ് കാശ് വാങ്ങിക്കുകയാണ്. ആത്മഹത്യ പോലും അതിലും ഭേദമാണല്ലോ. അല്ല വ്യഭിചാരം അതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ്. ശരീരം വിറ്റിട്ടാണ് ഈ കാശ് വാങ്ങിക്കുന്നത്. ഇതങ്ങനെയല്ല. ഒരു ഗുരുപരമ്പരകളെയും പിതൃപരമ്പരകളെയും അവരുടെ സംസ്കാരത്തെയും വിറ്റ് കാശ് വാങ്ങിക്കാൻ തയ്യാറായ അതിന് വൾണറബിളായ ഒരു പ്രശസ്തയായ നടി ജീവിച്ചിരിക്കുന്നു എന്നതാണ് ഭീഷണിപ്പെടുത്തുന്നൊരു കാര്യം. അപ്പോൾ ആ നടി ആരാണെന്ന് എല്ലാവർക്കൊക്കെ അറിയാൻ പറ്റും. പേര് പറയാത്തതാണ് എല്ലാവരും. ഇപ്പോൾ വിജയ് തമ്പി പേര് പറയാത്തത് അവരെ പരിചയമുള്ളതിൻ്റെ പേരിലാണെന്നാണ് പറയുന്നത്. നമ്മളും പേര് പറയാത്തത് അതുകൊണ്ടാണെന്നുള്ളത്. നാളെ ഇത് നിഷേധിച്ചു കഴിഞ്ഞാൽ കേസ് വരുമെന്നുള്ളതിൻ്റെ പേരിൽ കൂടിയാണ് ഇത് പറയാത്തത്. അതിൻ്റെ ആളറിയാഞ്ഞിട്ടൊന്നുമല്ല. ഈ രീതിയിൽ പോകാൻ കെൽപ്പുള്ളവർ, ഈ പറയുന്ന അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള 3 നടിമാരാണുള്ളത്. ആ 3 പേരിൽ ഒരാൾ ആര് എന്നുള്ളതാണ് ചോദ്യം. ആ ഒരാൾ ഇതിന് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഉത്തരം. ആ ഒരാളെ പോയി ഇത് എത്രയോ നിലവിൽ സംഭാഷണം നടന്നു കാണണം. ഒരുപാട് തലത്തിൽ ഇതിൻ്റെ സംഭാഷണം നടന്നിട്ടുണ്ടല്ലോ. ആ സംഭാഷണം നടന്നതിൻ്റെയൊക്കെ അവസാനമാണല്ലോ ഇത് വരുന്നത്. അതിൽ വരുന്നിട്ട് അവസാനത്തെ ഒരു പോയിന്റിൽ എവിടെ വെച്ചാണ് തെറ്റിപ്പോയെന്ന് നമുക്കറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അതുകൂടി പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. ഏതാണ്ട് ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ നടി ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.